ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്, വലിയ നെഗറ്റീവാണ്. ഡൗ ജോൺസ് 328 പോയിൻറ്റ് നെഗറ്റീവാണ്. S&P 47, നസ്ഡാക്ക് 178 പോയിൻറ്റും നിലവിൽ നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റും ഒരു നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 50 പോയിൻ്റ് അടുപ്പിച്ച് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യത മാർക്കറ്റിലുണ്ട്. നമുക്ക് ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെയറിഷ് ക്യാൻഡിലാണ്. പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഒരു 50% താഴോട്ട് ക്ലോസിങ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊരു സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിലാണെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ഇന്നത്തെ ക്യാൻഡിലൂടെ നോക്കേണ്ടിയിരിക്കുന്നു അടുത്തുള്ള മൂവ്മെൻറ്റ്സിന്. ഇത് നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ്സിൽ ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുകളിലോട്ട് 24,972, അതായത് 24,970 ആണെന്ന് തോന്നുന്നല്ലേ പറഞ്ഞത്. ഈ ഒരു ലെവലിൽ മാർക്കറ്റ് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ മുകളിലോട്ട് ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ മുകളിലോട്ട് എൻട്രി എടുക്കാം. ടാർഗറ്റ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താഴോട്ട് 82,830 ഈ ഒരു ലെവല് താഴോട്ട് ബ്രേക്കൗട്ട് 15 മിനിറ്റ്സിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് എൻട്രി എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ കൺസോൾട്ടേറ്റ് ചെയ്തു. ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കൺസോൾട്ടേഷന് സാധ്യത ഉണ്ടെന്ന്. ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്ലോസിങ് വന്നത് 15 മിനിറ്റ്സിൻ്റെ ക്ലോസിങ് വന്ന റേഞ്ച് എന്ന് പറയുന്നത് ഇതാണ്. 5 മിനിറ്റ്സിൻ്റെ ക്ലോസിങ്ങും അവിടെ തന്നെയായിരുന്നു. പിന്നെ ആ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റായിരുന്നു. അപ്പോൾ ഇന്നത്തെ ലെവൽസ് നോക്കാം. ഇന്നത്തെ ലെവൽസിൽ ഈ ഒരു ലെവൽ ഞാൻ താഴോട്ട് മാറ്റുകയാണ്. 24,900 ഏരിയ, ഇത് 24,800. ഓക്കെ, ഇവിടെ ഇരുന്നോട്ടെ. 84,25. മാർക്കറ്റ് മിക്കവാറും ഇതിന് താഴെ ഒരു ഓപ്പണിങ്ങിനുള്ള സാധ്യത ഉണ്ട്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് താഴോട്ട് ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസിങ് വരണം. അതായത് ഇതിനുള്ളിലൊരു ഓപ്പണിംഗ് വന്നതിന് ശേഷം താഴോട്ട് മാർക്കറ്റ് 24,820 ഏരിയ, 75 ഏരിയ താഴോട്ട് 15 മിനിറ്റ്സിൽ ഒരു ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ലൊരു വീഴ്ചയിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 24,735 ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ വയ്ക്കുക. സെക്കൻഡ് ടാർഗറ്റ് 270 ഈ ഒരു ഏരിയ തന്നെ വരും സെക്കൻഡ് ടാർഗറ്റ്. അതായത് മാർക്കറ്റ് 15 മിനിറ്റ്സിൽ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 24,734, സെക്കൻഡ് ടാർഗറ്റ് ഏകദേശം ഈ ഒരു ലെവൽ വരയ്ക്കും 640-650 റേഞ്ച് വരയ്ക്കും ഒരു ഫോളിനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഗ്ലോബൽ മാർക്കറ്റിൽ വരുന്ന ന്യൂസുകൾ അത്ര സുഖകരമായിട്ടുള്ളൊരു ന്യൂസല്ല. കാരണം ഇറാനെതിരെ ഇസ്രായേലിനോടൊപ്പം അമേരിക്കയും പങ്കുചേരുവാനുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അത്ര സുഖകരമായിരിക്കില്ല. എങ്കിലും മാർക്കറ്റിൽ നമുക്ക് ഇൻട്രാഡേ ലെവലുകൾ വെച്ച് നമുക്ക് കൃത്യമായിട്ട് എൻട്രികൾ എടുക്കാൻ പറ്റും. ഇപ്പം ഇന്നലെ നോക്കിയാലും മാർക്കറ്റ് വലിയൊരു പൊട്ടലുണ്ടായിട്ടുള്ള ഒരു കൺസൾട്ടേഷനിലായിരുന്നു. മാർക്കറ്റ് എൻ്റെ ഒരു വ്യൂ അനുസരിച്ച്, ഡേറ്റ അനുസരിച്ച് മാർക്കറ്റ് ഇന്നൊരു പോസിറ്റീവ് ട്രെൻഡിനാണ് സാധ്യത കൂടുതൽ, ഡേറ്റ അനുസരിച്ചാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് നിലവിലുള്ള ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡേറ്റ അനുസരിച്ച് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ കിട്ടിയാലും ഒരു പുൾ ബാക്കിനുള്ള സാധ്യത മുകളിലോട്ടുണ്ട്. 25,000 വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. മുകളിലോട്ടുള്ള ലെവൽ നോക്കാം. ഇവിടെ നിന്ന്
ഈ ഒരു ലെവൽ 24,900 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഇന്നലത്തെ ഹൈ വയ്ക്കാം 24,982. രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. 25,060 ആ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. അപ്പം മാർക്കറ്റിൻ്റെ ആദ്യത്തെ 5 മിനിറ്റ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കുക. ഈ ഒരു ഏരിയയ്ക്ക് ഉള്ളിലാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ മുകളിലോട്ടുള്ള ബ്രേക്കൗട്ട് നോക്കുക, താഴോട്ടുള്ള ബ്രേക്കൗട്ട് നോക്കുക. ഓക്കെ, നമുക്കടുത്ത് ഡേറ്റയിലോട്ട് പോകാം. ഡേറ്റ ഇന്നലെ സ്റ്റോക്ക് FISും DISും ബൈയിങ് ആയിരുന്നു. സ്റ്റോക്ക് FIS 1483 കോടിക്ക് ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റോക്കിൽ DIS ഏകദേശം 8,207 കോടി, ഏകദേശം എനിക്ക് തോന്നുന്നു 9,500 9,700 കോടി അടുപ്പിച്ച് നെറ്റ് ബൈയിങ് ആണ്. ബാക്കി സെഗ്മെൻറ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൻ്റെ ഫീച്ചേഴ്സും എല്ലാം നല്ല ബുള്ളിഷാണ്. ബാക്കിയുള്ള എല്ലാം ഒരു ഓപ്ഷനും ഫീച്ചേഴ്സും ഒക്കെ എന്ന് പറയുന്നത് ഒരു ന്യൂട്രലാണുള്ളത്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIS ഏകദേശം 1.77 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷനും 2.1 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷനും ബൈയിങ് ആണ്. ഫീച്ചേഴ്സിൽ വലിയ മാറ്റം വന്നില്ല, ഫീച്ചേഴ്സ് സെയിം ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. പ്രോ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൾ ഓപ്ഷൻ 1.38 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈയിങ് ആണ്. പുട്ട് ഓപ്ഷൻ 35,081. ക്ലൈൻറ്റും പൊസിഷൻ കുറച്ചിട്ടുണ്ട്. നാളെ എക്സ്പയറി ആണ്. നാളത്തെ മിക്കവാറും ഇന്നൊരു മൂവ്മെൻറ്റിനുള്ള സാധ്യത, മാർക്കറ്റിൽ വലിയൊരു മൂവ്മെൻറ്റിനുള്ള സാധ്യത ഉണ്ടെന്ന്. നാളത്തെ എക്സ്പയറി കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് മിക്കവാറും ഒരു മൂവ്മെൻറ്റിനുള്ള സാധ്യത ഉണ്ട്. മാർക്കറ്റ് ഒരു പോസിറ്റീവ് ട്രെൻഡ് ആയിരിക്കും മിക്കവാറും. മാർക്കറ്റ് ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ വന്നാൽ പോലും മിക്കവാറും ഒരു പുൾ ബാക്കിനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ലെവൽസിലോട്ട് പോകാം. ഇന്നലത്തെ മാർക്കറ്റിൽ ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസിങ് വന്നിരിക്കുന്നത് എവിടെ എൻ്റെ പെൺ? ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസിങ് വന്നത് CPRനുള്ളിലാണ്. CPRനുള്ളിൽ ക്ലോസിങ് വന്നു. പിന്നെ മാർക്കറ്റ് അതിനുള്ളിലാണ് സസ്റ്റെയിൻ ചെയ്തത്. ആ സമയത്ത് ഞാൻ ലൈവ് മാർക്കറ്റിൽ തന്ന ലെവലാണ് 24,841 24,841 ഈ ഒരു ലെവലും മുകളിലോട്ട് 24,906 മാർക്കറ്റ് കൃത്യമായിട്ട് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തു, ഇവിടെ നിന്ന് റെസിസ്റ്റ് ചെയ്ത് താഴോട്ട് വന്നു. ഇവിടെ ചെറിയൊരു ഫേക്ക് ബ്രേക്കൗട്ട് തന്നുവെങ്കിലും മാർക്കറ്റ് പിന്നെ ഈ ഒരു ഏരിയയിലാണ് ഇന്നലെ ഒരു സൈഡ് വേസ് ഉണ്ടായിരുന്നത്. ഇന്നലത്തെ പ്രീ മാർക്കറ്റിലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ ഈ ഒരു ലെവലെടുത്ത് മാറ്റുന്നു. ഇന്ന് CPR 30 പോയിൻറ്റിൻ്റെ CPR ആണ്. നാരോ CPR ആയിട്ട് നമുക്ക് കൂട്ടാം. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഒരു ഓപ്പണിംഗ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഒരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ, ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇമ്മീഡിയറ്റ് CPRലോട്ട് പോകും. ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ഒരു ക്ലോസിംഗ് നോക്കുക. മുകളിലോട്ട് 24,899 24,883 ലെവൽ മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 24,946 24,963. സെക്കൻഡ് ടാർഗറ്റ് 25,041 25,059. താഴോട്ട് ഞാൻ വേറെ ലെവൽസ് ഒന്നും വരച്ചിട്ടില്ല. എൻ്റെ ഡേറ്റ അനലൈസ് പ്രകാരം മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്നൊരു പുൾ ബാക്കിനുള്ള സാധ്യത മാർക്കറ്റിലുണ്ട്. അപ്പം ഒരു ഗ്യാപ്പ് ഡൗൺ വന്ന് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ലെവൽ ശ്രദ്ധിക്കുക. 24,778 24,759. മാർക്കറ്റ് ഇവിടെ നിന്നൊരു റിവേഴ്സ് സിഗ്നൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മുകളിലോട്ട് എൻട്രി നോക്കാം. CPR വരയ്ക്കും ടാർഗറ്റ് വെച്ചേക്കാം. ഏകദേശം 100-120 പോയിൻറ്റിൻ്റെ ടാർഗറ്റ് ഉണ്ടാവും. അപ്പം ഇത്രയൊക്കെയുള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ തരാം. FISൻ്റെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് തുടങ്ങാൻ താല്പര്യമുള്ളവർ ആ ലിങ്ക് വഴി അക്കൗണ്ട് തുടങ്ങിയതിന് ശേഷം എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക്